പക്ഷെ ഇതിന്റെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഈ ദഫിന്റെ ചരിത്രം വായിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പെൺകുട്ടികളുടെ കലാരൂപമാണ്. വ്യത്യസ്ത നിറങ്ങൾ ചാർത്തപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയത് ലക്ഷദ്വീപ് നിന്നാണല്ലോ. വാൾട്ടർ ബെഞ്ചമിൻ എന്നുള്ള ഒരു ചിന്തകനെ ഈ ഒരു വിഷയത്തെ വിശദീകരിക്കുന്നുണ്ട്. ഡിമിനിഷൻ ഓഫ് ആർട്ട് ആണ് അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ്. അതായത് ഇപ്പോൾ ഡബിൾ ഡേ പോലുള്ള പാശ്ചാത്യ പണ്ഡിതന്മാർ പറയുന്നുണ്ട് മ്യൂസിക്കോളജി പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ദഫ് എന്ന ഇൻസ്ട്രുമെന്റ് പെണ്ണുങ്ങൾക്ക് ഉള്ളതാണ്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം കഴിഞ്ഞ് മദീനയിലേക്ക് ഇങ്ങനെ തിരിച്ചു വരുന്ന സമയം പെട്ടെന്ന് ഒരു അടിമ പെൺകുട്ടി ഓടി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയും, നബി തങ്ങളെ, ഞാൻ ദഫ് മുട്ടാൻ, നിങ്ങൾ യുദ്ധം ജയിച്ചു വരികയാണെങ്കിൽ ദഫ് മുട്ടാൻ വേണ്ടി നേർച്ചയാക്കിയിരുന്നു എന്ന് പറയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയും, അതിനെന്താ, നമുക്ക് ദഫ് മുട്ടി ആ നേർച്ച കൂട്ടാലോ എന്ന് പറയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സദസ്സിലിരിക്കുന്നു. ആ സദസ്സിലേക്ക് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നു, പിന്നീട് അലി റളിയല്ലാഹു അൻഹു വരുന്നു, പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വരുന്നു. അപ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ ദഫ് മുട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പെട്ടെന്ന് ഒരാളെ നിഴല് കണ്ട സമയത്ത് ഈ പെൺകുട്ടി പെട്ടെന്ന് ദഫ് മുട്ടുന്ന നിർത്തിയിട്ട് അത് ബേക്കിൽ വെച്ച് അതിൻ്റെ മേലെ ഇരിക്കും. നോക്കുമ്പോൾ ആ സദസ്സിലേക്ക് നാലാമത് കിടന്നു വരുന്ന ഒരാളായിരിക്കും ഉമർ റളിയല്ലാഹു അൻഹു ആയിരിക്കും. അപ്പോൾ ഈ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേടിയെന്നാണ് ആ ദഫ് ബേക്കിലേക്ക് വെച്ച് അടിമക്കുട്ടി അവിടെ ഇരിക്കുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഉമറെ, നിന്നെ കണ്ടാൽ ഏത് ശൈത്താനും ഓടിപ്പോയല്ലോ എന്ന് പറയുന്നുണ്ട്. ഈ ഉമർ അള്ളാഹിന്റെ ഒരു കാര്യം ആളുകൾ ചിന്തിക്കാറുണ്ട്. ഈ നമ്മളിപ്പോ DC ബുക്സിന്റെ കീഴിൽ കള്ളന്മാർക്ക് ഓട്ടോബയോഗ്രഫി എഴുതുന്നുണ്ടല്ലോ. ഇബ്ലീസ് എങ്ങാനും ജീവിതത്തിൽ ഒരു ഓട്ടോബയോഗ്രഫി ചെയ്തതിൽ അതിലുള്ള പ്രധാന വില്ലനാരായിരിക്കും ഉമർ റളിയല്ലാഹു അൻഹു ആയിരിക്കും എന്നല്ലേ. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ നോക്കി വരുന്ന ഈ ദഫ് എന്നുള്ളത് ഇപ്പോൾ ഈ നമ്മളെ സമൂഹത്തിൽ പൊതുവെ ഉപയോഗിച്ച് വരുന്ന ഒരു വസ്തുവാണ്. മദ്രസകളിലും അല്ലാതെയും നമ്മൾ നബിദിനത്തിനും അല്ലാതെ സന്തോഷവേളകളിലൊക്കെ നമ്മൾ ഉപയോഗിച്ച് വരുന്നുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസിന്റെ ലാസ്റ്റ് ഏത് ശൈത്താനും ഓടിപ്പോവല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനൊരു നെഗറ്റീവ് മീനിങ് കൊടുക്കുന്നുണ്ടോ എന്നുള്ളൊരു ചർച്ച. പക്ഷെ എന്നാലും ആ ഹദീസിൽ തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുള്ള ഒരു മറുപടി തന്നിട്ടുണ്ടല്ലോ. കാരണം ആ ഒരു പെൺകുട്ടിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് മുട്ടാൾ സമ്മതം കൊടുക്കുന്നത് തന്നെ അതൊരു നേർച്ചയുടെ ഭാഗമായി എന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു കലാരൂപമോ നേർച്ചയുടെ മതപരമായ ഒരു ഭാഗത്തിലേക്ക് എത്തുമ്പോൾ അതിന് വിശുദ്ധമായ ഒരു പരിവേഷം, അതിന് പവിത്രമായ ഒരു രൂപം കൈവരുന്നത് കാണാൻ സാധിക്കും. ദഫിന്റെ ചരിത്രം പഠിക്കുമ്പോൾ ബാക്കിയുള്ള ഗിറ്റാറുകളുടെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് പോലെയല്ല. ദഫിന്റെ ചരിത്രത്തിൽ തന്നെ ഇത് മതത്തിലേക്ക് ചേർന്നുകൊണ്ടാണ് ഇത് അതിന്റെ ആവിർഭാവം എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ഇപ്പോൾ ചരിത്രകാരന്മാർ പറയുന്ന പ്രകാരം ഇത് പേർഷ്യയിലെ ഉണ്ടായ സാധനമാണ്. ഈ വാക്കന്നെ പേർഷ്യനാണ് ദഫ് എന്നുള്ളത്. മെസപ്പൊട്ടാമിയൻ സിവിലൈസേഷന്റെ ഭാഗമായ സുമേറിയൻ ബാബിലോണിയൻ ഭാഗങ്ങളിലെ ദഫ് ആദ്യമായിട്ടുണ്ടാകുന്നത്. അവിടെ ഇവർ ദഫിനെ കണ്ട ഒരു രീതിയുണ്ട്. അതിന്റെ ഒരു പ്രോസസ്, അതിനുണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്. അതിന് പ്രോസസ് ലില്ലിസ് എന്നാ പറയാം. ആ രീതി പറഞ്ഞ നമ്മളുടെ നാട്ടിലെ ഏറ്റവും നല്ല കാളന, ആരോഗ്യവാനായ കാളനെ എടുത്ത് അറുത്തിട്ട് അന്ന് വലിയ സദ്യയും ജനങ്ങൾക്ക് ഒരുമിച്ച് കൊടുക്കുന്ന വലിയ നമ്മളെ ആഘോഷമാണ് അവർക്ക്. എന്നിട്ട് ഈ നാടിന്റെ വലിയ ആഘോഷമാണ്. അപ്പൊ ഇത് അറുത്തിട്ട് എന്ത് ചെയ്യും, ഇതിന്റെ ഹൃദയം ആദ്യം കരിക്കും. ഈ തോലെടുത്ത് ഉണക്കി കുറച്ച് ദിവസം കഴിയും, 2 ആഴ്ച കഴിയും, വീണ്ടും ഒത്തുവിടും. അന്ന് വലിയ ആഘോഷ പരിപാടിയൊക്കെ, സദ്യയൊക്കെ വിളമ്പോ എല്ലാവർക്കും. അന്ന് ഈ തോലില് കള്ളൊഴിച്ച് വൈന് ഒക്കെ വെച്ച് പിന്നെ പെർഫ്യൂം അടിച്ച് ഒരുപാട് വൈൻമെന്റൊക്കെ പരട്ടിയിട്ട് ദഫ് ഉണ്ടാക്കും അവർ. ദഫ് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് ആരും മുട്ടുക നാട്ടിലൊരു പ്രമാണി. കാലകാലത്തേക്ക് ആ പ്രമാണികൾക്ക് മാത്രമേ ആക്സസ് ഉള്ളൂ മുട്ടാൻ. കാരണം അവരുടെ വിശ്വാസം എന്നുള്ളത് ഇത് വരുന്ന ശബ്ദം ആരുടെ ശബ്ദമാണ്, തങ്ങളുടെ ദൈവത്തിന്റെ ശബ്ദമാണെന്ന വിശ്വാസം. സാധാരണ ജനങ്ങൾക്കൊന്നും അത് തൊടാനേ പാടില്ല. പക്ഷെ ഈ പ്രമാണിമാര് എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടിയിരുന്ന ഇതല്ല. ഇതിനെ വളരെ എല്ലാ പൊതുജനങ്ങൾക്കിടയിലേക്ക് ഇറക്കിയ ഒരു രാജ്ഞി ഉണ്ടായിരുന്നു. ബൽക്കീസ് രാജ്ഞിയുടെ വിവാഹ സമയത്ത് ഇവരെന്താക്കുന്നുണ്ട്, ഈ ദഫിനെ വളരെ കാലങ്ങൾക്ക് ശേഷം ഈ പ്രമാണിമാര് മാത്രം തൊട്ടിരുന്ന ഒരു വ്യവസ്ഥയെന്ന് മാറ്റിയിട്ട് അതിനെ മാറ്റി സ്ഥാപിക്കുന്നുണ്ട്. അതായത് ഇതിനൊരു കലാരൂപമായിട്ട് കല്യാണത്തിൽ കൊട്ടിഘോഷിക്കുന്നുണ്ട് ബൽക്കീസ് രാജ്ഞി. അതിന്റെ ആ ഒരു തുടർച്ചയായിരിക്കണം ഇപ്പൊ നബിയുടെ സീറ എഴുതിയ പണ്ഡിതന്മാരൊക്കെ പറയുന്നൊരു വിഷയമുണ്ട്. ആ പ്രീ ഇസ്ലാമിക് കാലഘട്ടത്തിൽ അറേബ്യയിൽ എന്തുണ്ടായിരുന്നു, ദഫ് 2 രീതിയിൽ ഉപയോഗിച്ചിരുന്നു. ഉദാഹരണത്തിന് ഹജ്ജിന്റെ വേളകളിൽ ത്വാഫിന് മുമ്പ് ഹജ്ജ് നടന്നിരുന്നല്ലോ. അപ്പൊ അവിടെ ത്വാഫ് ചെയ്യുമ്പോൾ അവർ എന്ത് ചെയ്തിരുന്നു, ദഫ് മുട്ടിയിരുന്നു. അതേ രീതിയിൽ തന്നെ ഈ കല്യാണ വേളകളുള്ള സന്തോഷ സാഹചര്യങ്ങളിൽ അവർ എന്ത് ദഫ് മുട്ടിയിരുന്നു. ഇവൻ അവിടെ അറബിയിൽ ഈ കല്യാണങ്ങള് എന്ത് ദഫ് മുട്ടി വിളംബരം ചെയ്യണം എന്നുള്ളൊരു നിയമം വരെ ഉണ്ടായിരുന്നു. അത് അറേബ്യയിൽ മാത്രമല്ല എല്ലാ നാടുകളിലേക്കും ഈ ദഫ് സംസ്കാരം വ്യാപിക്കുമ്പോൾ ഈ 2 മാനങ്ങൾ ഇത് കീപ്പ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലേക്ക് ഈ കേരളം, സൗത്ത് ഇന്ത്യയിലേക്ക് ദഫ് വരുന്നത് തന്നെ മാലിദ്വീപ് നിന്ന് ലക്ഷദ്വീപ് നിന്നാണ്. അത് ചരിത്രപരമായ അതിന്റെ വായന. അപ്പോൾ അത് കേരളത്തിലേക്ക് എത്തുന്ന സമയത്ത് കേരളത്തിന് അതിന് വേറൊരു സ്വഭാവമാണ്. ആത്മീയമായി ദ്വീപുകളിലൂടെ ആത്മീയമായ മാനമാണ് അതിനുള്ളത്. പക്ഷെ നേരെ മറിച്ച് ഉത്തരേന്ത്യയിലേക്ക്, നോർത്ത് ഇന്ത്യയിലേക്ക് വരുന്നത് കവാലിയുടെ ഭാഗമായിട്ടാണ്. ബഹുമാനപ്പെട്ട ഹാജ അദ്ദേഹമാണ് ആദ്യമായി കവാലി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആ കവാലിയുടെ ഭാഗമായി ഒരു കലാരൂപ നിലക്കാണ് നോർത്ത് ഇന്ത്യയിൽ ദഫ് വരുന്നത്. കവാലി എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, അതിനെ വെറും
ഒരു കലാരൂപം നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പൊ പുറത്തുനിന്ന് കാണുന്നവർക്ക് അതൊരു കലാരൂപമായിരിക്കും, കാരണം നമ്മൾ പാട്ട് പാടുന്നു, മുട്ടുന്നു, അതൊക്കെയാണ്. പക്ഷെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞല്ലോ ഹാജമി ചിഷ്തിതങ്ങളെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ചിഷ്തി ത്വരീഖത്തിന്റെ പ്രത്യേകത ഉള്ളത് അവർക്ക് ഇതൊന്നും കലയല്ല, അവർ ആത്മീയ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അപ്പൊ അതിന് പറയുന്ന ഒരു അടിസ്ഥാന ഒരു ഫോർമുലയുണ്ട്. അഥവാ ജിസ്മാനിയായ സ്നേഹം, ശാരീരികമായ സ്നേഹവും ഇവിടെ റൂഹാനിയായ ആത്മീയമായ സ്നേഹവും കൂടി കൂടിച്ചേരുന്ന ഒരു മനുഷ്യൻ എന്ത് ചെയ്യാം, ഇഷ്കെ ഹക്കീക്ക് അള്ളാഹുവിന്റെ യാഥാർത്ഥ്യ സ്നേഹത്തിലേക്ക് എത്താൻ ചിസ്തി ത്വരീഖ് പറയുന്നുണ്ട്. അതിൽ പണ്ഡിതന്മാർ പറയും ഈ ദഫുള്ള വാദ്യോപകരണങ്ങളുടെ ശബ്ദങ്ങൾ നമ്മുടെ ഹൃദയത്തെ പെട്ടെന്ന് ആ ഒരു ഇഷ്കെ ഹക്കീക്കിലേക്ക് എത്താൻ മതപരമായ ഒരു സംസ്കാരം തന്നെയാണ് ഖവാലി. വലിയ രീതിയിൽ ഖവാലിനെ അവർ അത് ഈ ചിശ്തി ത്വരീഖത്തിൽ മാത്രമല്ല, ഈ ലോകത്തിലെ ഏത് സൂഫി താരങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിലും അതിൽ വാദ്യോപകരണങ്ങൾ കൊണ്ട് ആത്മീയതയിലേക്ക് ലയിക്കുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റും. അതിപ്പോ ഒരു കാലത്ത് ദഫ് കാലഹരണപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം വന്ന സമയത്ത് ഈ അഹമ്മദുൽ കബീർ റിഫായി തങ്ങളാണ് ഇതിനെ പുനരുജ്ജീവിപ്പിക്കുന്നതെന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. അതേപോലെ ഈ കേരളത്തിൽ തന്നെ ഇത് വന്നത് ഒരു ആത്മീയ പരിവേഷത്തിലാണ് അല്ലെ. ആദ്യം അത് നമ്മളെ ഭൗതികമായ തടസ്സങ്ങൾ, രോഗങ്ങൾ വന്നാൽ അതിനെ നേരിടാൻ അത് നമ്മൾ ഉപയോഗിച്ചിരുന്നത്. പക്ഷെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു കാര്യമോ, നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് വിട്ട് മറ്റു സംസ്കാരങ്ങളിൽ ഒരു ഇത് പ്രതിരോധത്തിന് വേണ്ടി രക്ഷാകവചമായി ഇത് ദഫിനെ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളെ ഗ്രീക്ക് മിത്തോളജിയിൽ ഒരു ടൈഫൂൺ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട്, അഥവാ 100 പാമ്പ് ഉള്ള ഒരു നിങ്ങൾ ഈ മിത്തോളജികൾ വായിച്ച ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, ഇവർ തമ്മിൽ മത്സരിക്കലാന്ന് തോന്നുന്നു. ഇപ്പൊ രാവണന് 10 തല, ശിവൻ ഒരു പാമ്പായപ്പോ അവിടെ 100 പാമ്പ്. മിത്തോളജിയുടെ തമാശയാണ്. പക്ഷെ ആ സമുദായത്തിൽ വരെ അവരെ ഈ ടൈഫൂണിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി, പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ദഫ് ഉപയോഗിച്ചിരുന്നു എന്നുള്ളൊരു വായന നമുക്ക് കാണാം. നമ്മളിപ്പോ ഈ ഹുജറ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളെ മനസ്സിലേക്ക് ഓടിയിരുന്ന ഒരു സംഭവം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ഹുജറകളും ഉണ്ട്. ഈ റിഫായ റാത്തീബ് പോലെ, അതല്ലെങ്കിൽ മറ്റു റാത്തീബുകൾ നടത്താനുള്ള ഹുജറ. ഇവിടെയും ദഫ് മുട്ടിയിട്ടാണ് ഇവർ ഈ ഒരു ആചാരം, ഈ പ്രാക്ടീസ് ഈ ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ളത്. മൊത്തത്തിൽ പല രീതികളിൽ കലാരൂപമായിട്ടും മതകീയ ആചാരങ്ങളായിട്ടും നമ്മളും അതേപോലെ മുസ്ലിങ്ങളല്ലാത്ത ഇസ്ലാമേതര വിഭാഗങ്ങളും ഇതിനെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ലോകത്തുനിന്ന് പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഇതിനെ കാണപ്പെടുന്നത് ഒരു ഇസ്ലാമിക് ആർട്ടിന്റെ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ ഒരു സിമ്പലായിട്ടാണ്. ഇപ്പോൾ കലോത്സവങ്ങളിൽ ദഫ്മുട്ട് അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നബിദിനാഘോഷ റാലികൾ കാണുമ്പോൾ പുറത്തുനിന്നുള്ളവർ നമ്മളെ കാണുന്നത്, മുസ്ലിങ്ങളെ കാണുന്നത് ഇത് ഈ ഒരു കലാരൂപത്തിലൂടെയാണ്. സിമ്പിളായി ഇത് അവതരിപ്പിക്കുമ്പോൾ വലിയൊരു പ്രശ്നമോ, ഈ ചില സമയങ്ങളിൽ നമ്മുടെ രാജ്യം, നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ചിട്ട് അതൊരു ആന്റി നാഷണലിസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമോഫോബിക് ടൂളായിട്ട് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ഉള്ളൊരു സംശയം, അങ്ങനെ ഒരു വായന വരുന്നുണ്ടോ എന്നുള്ളത്. അതൊന്നുകിൽ വെറും ഇസ്ലാമിന്റെ സിമ്പിൾ, ആർട്ടിന്റെ സിമ്പിൾ ആയതുകൊണ്ട് മാത്രമില്ല. ഇപ്പൊ ദഫിന്റെ കാര്യം എടുത്തു നോക്കിയാണെങ്കിൽ 2 കാര്യങ്ങളൊക്കെ കാണാം. ഒന്ന്, ഇപ്പൊ നമ്മളെ വീണ പോലെ പാകിസ്ഥാന്റെ ദേശീയ വാദ്യോപകരണമാണ് ദഫ്. അതൊന്നും അങ്ങനെ വായിക്കാൻ, അതല്ലെങ്കിലും ഉദാഹരണത്തിന് ഇപ്പൊ ഗവൺമെന്റിനെതിരെ നടക്കുന്നത് ലാസ്റ്റത്തെ നടന്ന പ്രതിഷേധങ്ങളുണ്ടല്ലോ, ഇപ്പൊ അവസാനം ഡൽഹിയിലെ കർഷക സമരം, അതിനു മുമ്പ് തെലങ്കാനയിൽ നടന്ന പ്രതിഷേധങ്ങൾ, ഇതിലൊക്കെ ശ്രദ്ധിച്ചാൽ മതി ജനങ്ങൾ ദഫ് ഉപയോഗിക്കുന്നുണ്ട്. അവരവിടെ ദഫ്ലി എന്ന് പറയാം അതിന്. ആ സാധനങ്ങൾ പ്രതിഷേധങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നില്ല ഗവൺമെന്റ്. ഈ ദഫ്ലി എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് ഓടിയിരുന്ന രസകരമായ ഒരു സംഭവം ഈ അടുത്ത് വായിച്ചത്, ഈ രാജസ്ഥാൻ എന്നുള്ള ഒരു കവി ബപ്പാജിത്ത് സർക്കാർ എന്ന് പറഞ്ഞ ഒരു കവി മുംബൈയിലേക്ക് ഒരു കാളകൂട ഫെസ്റ്റിവലിന് വേണ്ടിയിട്ട് കവിത അവതരിപ്പിക്കാൻ വേണ്ടി വരും. അപ്പോൾ മൂപ്പര് വേഷം എന്ന് പറഞ്ഞാൽ ഒരു കറുപ്പ് ജുബ്ബ, ഒരു ചുവപ്പ് ഷാള്, അതേപോലെ കയ്യിൽ വലിയൊരു ദഫ്. അങ്ങനെ മുംബൈ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം ഇയാളൊരു ഊബർ ബുക്ക് ചെയ്യുന്നു. ഊബർ വരുന്നു, സ്വാഭാവികമായിട്ടും അതിൽ കയറിയിട്ട് ഫെസ്റ്റിവലിന്റെ അടുത്തേക്ക് പോകേണ്ട ഊബർ നേരെ പോലീസ് സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ ഈ കഥയിലുള്ള വലിയൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ, ഇയാള് പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് ഡ്രൈവർ നേരെ പോലീസിന്റെ അടുത്ത് പറയുന്നത് എനിക്കൊരു ആന്റി നാഷണലിസ്റ്റിനെ, അതെ, കവിയെ കാണിച്ചിട്ട് പറയുന്നത് എനിക്കൊരു ആന്റി നാഷണലിസ്റ്റിനെ കിട്ടിയെന്നാണ്. പെട്ടെന്ന് അയാളൊരു ദേശവിരുദ്ധനായി മാറി. അപ്പോൾ അതിനുള്ള കാരണം അയാൾ ബോധിപ്പിക്കുന്നത് അയാളുടെ കയ്യിൽ ദഫ് ഉണ്ടെന്ന്. ഈ പോലീസുകാർ വന്ന് നോക്കുമ്പോൾ ഇയാളൊരു കവിയാണ്. അപ്പോൾ ഈ കവിനെ ഉപദേശിച്ചു വിടുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ദഫ് ഒന്നും പുറത്ത് കാണിച്ച് നടക്കരുത്. അതെ, കൂട്ടു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒരു ടൂളായിട്ടുണ്ടെങ്കിലും ലോക മൊത്തത്തില് കണ്ടംപററി റീഡിങ് നമുക്ക് മനസ്സിലാകുക. മുസ്ലിങ്ങൾ പാർക്കുന്ന രാജ്യങ്ങൾ, ഇന്ത്യ ആയിക്കോട്ടെ, ഇസ്ലാമിക രാജ്യങ്ങളായ ഇന്തോനേഷ്യ പോലെ, പാകിസ്ഥാൻ പോലെ രാജ്യങ്ങളായിട്ട്, അല്ലെങ്കിൽ ഇന്ത്യ പോലുള്ള അങ്ങോട്ട് അഫ്ഗാനിസ്ഥാൻ, സെൻട്രൽ ഏഷ്യൻ ഭാഗങ്ങൾ, മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങൾ, നോർത്ത് ആഫ്രിക്കൻ ഭാഗങ്ങളൊക്കെ ഇന്നും വ്യാപകമായിട്ട് മതത്തോട് ചേർന്നും അല്ലാതെയും കലാരൂപങ്ങളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ദഫ് ഭയങ്കര ഇന്ന് നിലവിലുണ്ട് എന്നല്ലേ ദഫ്. ഈ ദഫ് എന്നുള്ളത് ദേശാന്തരങ്ങൾ മറികടന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിൽ എത്തുന്ന സമയത്ത് അതിന് വ്യത്യസ്ത നിറങ്ങൾ ചാർത്തപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് നമ്മളിപ്പോ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയത് ലക്ഷദ്വീപിൽ നിന്നാണല്ലോ. ലക്ഷദ്വീപിൽ അതിന്റെ ഒരു രീതി ഇരുന്നിട്ട് അല്ലെങ്കിൽ നിന്നിട്ട് ഒരു ശാന്തമായി അതിനെ മുട്ടാന്നുള്ളതാണ് ദഫ് മുട്ട് എന്നുള്ള ഒരു സംസ്കാരം. പക്ഷെ കേരളത്തിലേക്ക് എത്തിയപ്പോ ആടലും തുള്ളലും പാടലും ഒക്കെ അതൊരു ദഫ് കളി എന്നുള്ള രൂപത്തിലേക്ക് വലിയൊരു തോതിൽ അതിന് രൂപാന്തരം മാറ്റം പ്രാപിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് മാറുന്ന സമയത്ത് അതിന് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇപ്പോ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നിലവിലുള്ളത് ഇപ്പോ ഓട്ടംതുള്ളല്, അതല്ലെങ്കിൽ തെയ്യം പോലത്തെ മറ്റു കലാരൂപങ്ങളാണ്.
അപ്പോൾ ഈ കലാരൂപങ്ങൾ ഒരിക്കലും നിന്നിട്ടോ അതല്ലെങ്കിൽ ഇരുന്നിട്ടോ, കേരളത്തിലെ കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തുള്ളി കളിക്കുന്ന അതല്ലെങ്കിൽ അങ്ങനെ ഒരു നിശ്ചിത സ്ഥലത്ത് സ്ഥാപിച്ചിട്ടുള്ള ഒരു കലാരൂപമല്ല. അപ്പോ ഈ ഈ ദഫ് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടുത്തെ ഒരു കലാരൂപങ്ങളുടെ ഇൻഫ്ലുവൻസിൽ അതിന്റെ ഒരു രീതി കൂടി മാറിയിട്ട് അത് ദഫ് കളിയിലേക്ക് മാറാണ്. വാൾട്ടർ ബെഞ്ചമിൻ എന്നുള്ള ഒരു ചിന്തകന് ഈ ഒരു വിഷയത്തെ വിശദീകരിക്കുന്നുണ്ട്. ഡെമിനിഷൻ ഓഫ് ആർട്ട് ആണ് അദ്ദേഹത്തിന്റെ ഒരു കൺസെപ്റ്റ്. അഥവാ ഒരു കലാരൂപം ഒരു നാട്ടിൽ ഉത്ഭവിച്ചാല് പിന്നീട് അത് മറ്റു പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ മറ്റു പ്രദേശങ്ങളിലുള്ള പ്രാദേശിക ഇപ്പൊ മനുഷ്യന്മാർ നമ്മൾ തന്നെ മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മുടെ ജീവിതശൈലി ഒറ്റ മാറ്റങ്ങൾ വരുമല്ലോ, അതിനോട് സാമപ്പെടും. അപ്പൊ അതേ രീതിയിൽ ഈ കലകൾ മറ്റു നാട്ടിലേക്ക് പോകുമ്പോൾ അതിനോട് ആ സന്തുലിതാവസ്ഥയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഇത് അവിടുത്തെ കലകളുമായിട്ട് പറഞ്ഞ് അതിന്റെ ഒരു അസ്തിത്വം നഷ്ടപ്പെടാനല്ല, പുതിയൊരു അസ്തിത്വം അതിന് രൂപപ്പെടുന്നു പറയുന്നുണ്ട് വാൾട്ടർ ബെഞ്ചമിൻ. ഈ ദഫിലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ കേരളത്തിലെ വിവിധ ഈ വാദ്യോപകരണങ്ങളില് അതിലെല്ലാം ഒരു പൊതു സ്വഭാവ രൂപാന്തരം പ്രാപിക്കുന്നത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഇപ്പം ദഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു തൃത്താളുണ്ട്. അപ്പൊ ഇല്ല അതായത് ചണ്ട എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ താ തീ ത എല്ലാത്തിനും അഥവാ മറ്റു സംസ്കാരങ്ങളുമായി ലയിക്കുന്ന സമയത്ത് ഒരു പൊതു സ്വഭാവം അത് കൈവരിക്കുന്നതായിട്ടുള്ള ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടല്ലോ. ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ കലകളായിട്ട് ലയിച്ചല്ലോ. ചിലപ്പോ ഇതുകൊണ്ടാവാനായി അടുത്ത് മൂസക്കുട്ടി അസറത്തിന്റെ തിരുത്തും തീർപ്പും എന്നുള്ള ഒരു പുസ്തകം വായിച്ചിരുന്നു. അതില് അദ്ദേഹം ഇന്ന് കേരളത്തിൽ നടക്കുന്ന ദഫ് കളികളൊന്നല്ല എന്തല്ല ഇസ്ലാമിക് കൾച്ചറിന്റെ വാക്കിനകത്ത് നിശിതമായിട്ട് വിമർശിക്കുന്നത് തെളിവുകൾ ഹദീസുകളും ഒരുപാട് പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ഉദ്ദേശിച്ചിട്ട് പറയുന്നത് ഇത് റെഡിയല്ലാണല്ലേ. ഈ ദഫിന്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ പുറത്ത് രാജ്യങ്ങളിൽ ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ദഫ് കളി, കേരളത്തിലെ നമ്മൾ പറഞ്ഞല്ലോ അതിന്റെ പേര് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമാണ്. ഈ ദഫ് കളി എന്നുള്ളത് ശരിക്കും പുറം രാജ്യങ്ങളിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു സംഭവമാണ്. ദഫ് മുട്ട് എന്നുള്ളതിന് മാറി ദഫ് കളി. അപ്പൊ ഈ ഇറാനിൽ ഇപ്പോ മെജോറിറ്റി വിഭാഗം ഷീ വിഭാഗമാണ് നമുക്കറിയാം. അപ്പൊ അവിടെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തിന്റെ നടത്തി വരുന്ന ഒരു ആചാരത്തിൽ റാലികളിലെല്ലാം വളരെ ദഫ് മുട്ടെന്ന് മാറിയിട്ടുള്ള ദഫ് കളിന്റെ ഒരു രൂപം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എന്താ പറയാ, ഇവ മൂസക്കുട്ടി അസറത്തൊക്കെ പത്ത് ഇറക്കി നടക്കൂല, ഇത് ഇസ്ലാമിക് കൾച്ചറിന്റെ ഭാഗമല്ല. പക്ഷെങ്കിൽ നമ്മുടെ കൾച്ചറിൽ അത് ലയിച്ചു തീർന്നുണ്ട്. ഇന്നിപ്പോ എന്താ നടക്കുന്നത്, ഖത്തീബ് ഉസ്താദുമാരൊക്കെയാണ് ഈ ജഡ്ജി വെക്കുന്നത്, നേതൃത്വം കൊടുക്കുന്നത് നാട്ടിലെ മുദരീസുമാരൊക്കെയാണ്. അതെ. അപ്പോ പക്ഷേ ഈ ദഫിന്റെ ചരിത്രം നമ്മൾ നോക്കി വരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ദഫ് എന്നുള്ളത് നമ്മൾ കണ്ടുവരുന്നതും കേട്ടറിഞ്ഞതും ആണുങ്ങളുടെ ഒരു കലാരൂപം എന്നുള്ളതാണ്. നമ്മളെ നാട്ടിൽ നമ്മൾ ചെറുപ്പം മുതലേ കാണുന്നത്. അതെ, നബിദിനത്തിലെല്ലാം റാലിയിൽ വളരെ കളർഫുൾ ആയിട്ട് വലിയ ആൾക്കാരൊക്കെ മുട്ടുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നവരാണ്. പക്ഷെ ഇതിന്റെ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഈ ദഫിന്റെ ചരിത്രം വായിക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പെൺകുട്ടികളുടെ കലാരൂപമാണ്, ഒരിക്കലും ആൺകുട്ടികളുടേതല്ല. നമ്മൾ വളരെ ഞെട്ടിപ്പോകുന്ന ഒരു സത്യമാണത്. കാരണം ഇപ്പോ ഫറോമാരുടെ സ്ഥാനാരോഹണ ചടങ്ങുന്നുണ്ട്, സെഡ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് പണ്ട് ഈജിപ്തിൽ നടത്തി വന്നത്. അപ്പോൾ അവിടെ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ സ്ത്രീകൾ പെൺകുട്ടികൾ എന്ത് ചെയ്യും, ദഫ് മുട്ടുന്നുള്ള ഒരു പ്രാചീന കാലം മുതലേ ഉള്ള ഒരു ചരിത്രം നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ട്രാൻസോക്സിയാന എന്നാണ് ആദ്യമായിട്ട് ദഫിന്റെ ഒരു ചിത്രം കിട്ടുന്നത്. ലോകത്ത് ഇതുവരെ കിട്ടിയ രേഖകളിൽ നിന്ന് ആദ്യമായിട്ട് ഒരു ചിത്രം കിട്ടുന്നത് ട്രാൻസോക്സിയാന എന്നാണ്. അവിടെ നമ്മൾ കണ്ടുവരുന്നത് 3 പെൺകുട്ടികൾ ദഫ് മുട്ടുന്നതിന്റെ ചിത്രമാണ് അവിടെയുള്ളത് ദർശിക്കാൻ കഴിയുന്നത്. പ്രവാചക ഹദീസുകൾ ദഫിനെ പ്രോത്സാഹിപ്പിക്കുന്നതും അല്ലെങ്കിൽ ദഫുമാനുബന്ധമായ ഒരുപാട് പ്രവാചക ഹദീസുകളാണ്. നമ്മൾ തുടക്കത്തിൽ ഒരു സംഭവം തിരിച്ചല്ലോ, ആ സംഭവത്തിൽ പെൺകുട്ടിയാണ് മുട്ടുന്നത്. അത് ഞാൻ വായിച്ച ഏകദേശം എല്ലാ ഹദീസുകളിലും പെൺകുട്ടിയോ ഒന്ന് മാത്രമേ ഉള്ളൂ. അത് അലി റളിയല്ലാഹുവിന്റെയും ഫാത്തിമ ബീവിയുടെയും കല്യാണ വേളയിൽ അംർ ബിൻ ഉമയ്യ ദിമ്മിരി എന്ന് പറയുന്ന ഒരു സഹാബി മുട്ടിയതായിട്ട് രൂപത്ത് കാണാം. ബാക്കിയുള്ള എല്ലാ ഹദീസുകളും പെൺകുട്ടികളാണ് മുട്ടുന്നത്. ഏത് സംസ്കാരങ്ങളിലാണെങ്കിലും അത് പെൺകുട്ടികളോട് ചേർന്നിട്ടാണ് ഇത് വളർന്നിട്ടുള്ളത്. കാരണം നമുക്ക് യൂറോപ്പിലേക്ക് ഇത് ഈ ദഫ് സംസ്കാരം പോകുന്നത് തന്നെ 16ാം നൂറ്റാണ്ടിൽ ക്രൂസൈഡ്സിലൂടെയും 19ാം നൂറ്റാണ്ടിൽ യൂറോപ്പുമായുള്ള ഖിലാഫത്തിന്റെ ഉസ്മാനി ഖിലാഫത്തിന്റെ ബന്ധത്തിലൂടെ യൂറോപ്പിൽ ഇത് എത്തുന്നത്. ആ സമയത്ത് യൂറോപ്പിൽ ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അഥവാ ഇസ്ലാമിക രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു കലാ സംസ്കാരം അവർ അങ്ങനെ കണ്ടു ശീലിച്ചുകൊണ്ട് അത് സ്ത്രീകൾക്ക് തന്നെയാണ് അവിടെയും പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഒരു വായനയുടെ ഉണ്ട്. ഇവിടെ ചരിത്രപരമായിട്ട് ഉയർന്നൊരു ചോദ്യമുണ്ട്. അഥവാ മറ്റു സംസ്കാരങ്ങളിൽ നമ്മുടെ ഇസ്ലാമിക സംസ്കാരത്തിലും അതൊരു പെണ്ണുങ്ങൾക്ക് ഉണ്ടായ അഥവാ ഇപ്പൊ ഡബിൾ ഡേ പോലുള്ള പാശ്ചാത്യ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മ്യൂസിക്കോളജി പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത് ദഫ് എന്നുള്ള ഇൻസ്ട്രുമെന്റ് പെണ്ണുങ്ങൾക്ക് ഉള്ളതാണ്. ഇത് എങ്ങനെ ആണുങ്ങളിലേക്ക് മാറി? ഇപ്പൊ പ്രത്യേകിച്ച് നമ്മുടെ മലബാർ എന്ന് പറഞ്ഞ മരുമക്കത്തായ സമ്പ്രദായം പോലുള്ള സമ്പ്രദായങ്ങളുടെ അപ്പൊ പെട്ടെന്ന് കേരളത്തിലെത്തുമ്പോൾ അതിന്റെ ഉത്തരമായിട്ടൊക്കെ തോന്നുന്നു. ഇതൊരു വൈരുദ്ധ്യാത്മകമായ ഒരു ക്വസ്റ്റ്യൻ കൂടെയാണെങ്കിലും അതിന്റെ ഉത്തരമായിട്ട് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഈ സ്ത്രീകള് ഇത് ഒഴിവാക്കാനും ഈ പുരുഷന്മാരിൽ കേന്ദ്രീകരിക്കാനുള്ള ഒരു കാരണം ഇസ്ലാമിനെ അതിന്റെ തനതായ ശൈലിയിൽ ആവാഹിച്ചെടുത്തൊരു നാടാണ് നമ്മുടെ കേരളം. അപ്പൊ സ്വാഭാവികമായിട്ട് പ്രവാചകന്റെ കാലത്തും സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിലൊക്കെ സ്ത്രീകൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഉസ്മാൻ റളിയല്ലാഹു കാലഘട്ടത്തിൽ ഫിത്നയെ ഭയന്ന് പണ്ഡിതന്മാർ അത് നിരുത്സാഹപ്പെടുത്തി കാണാൻ സാധിക്കുന്നത്. ഇപ്പൊ ത്വാഊസ് ബിൻ ഖൈസാൻ എന്ന പ്രമുഖനായ മുഫസ്സിർ ഈ സ്ത്രീകൾ ഉപയോഗിക്കുന്നതിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു മുഫസ്സിർ. അദ്ദേഹം
നടന്നു പോകുമ്പോൾ ഒരു ചേരിയിൽ 2 സ്ത്രീകൾ ദഫ് മുട്ടുന്നത് കണ്ടിട്ട് അദ്ദേഹം ദഫ് വാങ്ങി വലിച്ചെറിയുന്നുണ്ട്. അപ്പൊ അന്നത്തെ കാലത്തെ ഫിത്തിനെ ഭയന്ന് അവരതിനെ നിയന്ത്രിക്കുകയായിരുന്നു. അപ്പൊ കേരളത്തിലേക്ക് അത് എത്തിയ സമയത്ത് അത് ഉൾക്കൊണ്ട സ്ത്രീകളെ ഒബ്ജക്ടിഫൈ ചെയ്യുന്ന ഒരു ലോകമാണ്. അത് ഉൾക്കൊണ്ട് ഇവിടുത്തെ പണ്ഡിതന്മാർ ഇവിടുത്തെ സ്ത്രീകളുടെ ഫിത്തന അങ്ങനെ ഒരു സാമൂഹികമായ ഒരു പ്രശ്നമായതുകൊണ്ട് അത് പുരുഷന്മാരിലേക്ക് കേന്ദ്രീകരിക്കുകയായിരുന്നു എന്നാണ് അതിന്റെ ഒരു നിഗമനമായിട്ട് എനിക്ക് തോന്നുന്നത്. അതെ, ഇപ്പോ മൊത്തത്തില് ദഫിന്റെ ചരിത്രം നോക്കി വരികയാണെങ്കിൽ ഇപ്പൊ സമീപകാലത്താണെങ്കിൽ അത് പ്രത്യേകിച്ചും ഒരു ഇസ്ലാമിന്റെ സിമ്പലായി മാറിയിട്ടുണ്ട്. അപ്പോ ഇസ്ലാമിന്റെ സിമ്പൽ ആയിക്കോട്ടെ അല്ലായിക്കോട്ടെ ഒരു കലാരൂപം അതിന്റെ തനതായ രൂപത്തിൽ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരുടെയും കൂട്ടത്തരവായിട്ടാണ്.